ക്രിസ്തുവിൽ ഏറെ സ്നേഹിക്കപ്പെടുന്നവരെ, മിശിഹായിൽ സ്ഥാപിതമായ തിരുസഭയുടെ വളർച്ചയുടെയും ഫലം ചൂടലിൻ്റെയും ചിന്തകൾ ധ്യാന വിഷയമാക്കുന്ന കൈത്താക്കാലത്തിൻ്റെ 4-ാമത്തെ ആഴ്ചയിലേക്ക് നാം ഇന്ന് പ്രവേശിച്ചിരിക്കുകയാണ്. സ്ലിഹന്മാരാകുന്ന തൂണുകളിന്മേൽ പണിയപ്പെട്ടിരിക്കുന്ന തിരുസഭയെക്കുറിച്ചും മിശിഹായോട് ചേർന്ന് ഫലം പുറപ്പെടുവിക്കുന്നതിനെക്കുറിച്ചും സഭയിലെ വിവിധ ശുശ്രൂഷകളെക്കുറിച്ചും കഴിഞ്ഞ 3 ആഴ്ചകളായി നാം ധ്യാനിക്കുകയായിരുന്നു. ഇത്തരത്തിൽ ഫലം ചൂടി നിൽക്കുന്ന സഭയുടെ ശ്രേഷ്ഠഫലമായ സ്വർഗരാജ്യം എന്ന മഹാനിധിയെക്കുറിച്ചാണ് ഇന്നത്തെ സുവിശേഷത്തിലെ 3 ഉപമകളിലൂടെ ഈശോ നമ്മോട് പറഞ്ഞു വയ്ക്കുക. പഴയ നിയമത്തിലെ സ്വർഗരാജ്യ പ്രതീകമായ കാനാൻ ദേശത്ത് എത്തിച്ചേരുമ്പോൾ ഇസ്രായേൽ ജനം പാലിക്കേണ്ട സുപ്രധാനമായ കൽപ്പനകളാണ് 1-ാമത്തെ വായനയായ നിയമാവർത്തന പുസ്തകത്തിൽ നാം വായിക്കുക. ഏകദൈവ വിശ്വാസം പ്രഘോഷിക്കുക, ജീവിക്കുക, കൈമാറ്റം ചെയ്യുക എന്നതൊക്കെ ദൈവജനത്തിൻ്റെ കടമയാണെന്നും അതുവഴി ദൈവം നൽകുന്ന കാനാൻ ദേശത്ത് അനുഗ്രഹീതപ്രദമായി ജീവിതം നയിക്കാൻ സാധിക്കുമെന്നും ഈ വായന നമ്മെ ഓർമ്മിപ്പിക്കുന്നു. എസെക്കിയേൽ പ്രവാചകൻ്റെ പ്രവാചക ദൗത്യത്തെക്കുറിച്ചാണ് 2-ാമത്തെ വായനയിൽ നാം വായിക്കുക. ദൈവഹിതം അറിയുകയും മറ്റുള്ളവരെ അത് അറിയിക്കുകയും അതുവഴി അനേകരെ ദൈവത്തിലേക്ക് ചേർത്ത് നിർത്തുകയും എന്നുള്ളതാണ് യഥാർത്ഥമായ പ്രവാചക ദൗത്യം. അപ്രകാരം അവരൻ്റെ കാവൽക്കാരായി ഓരോ മനുഷ്യനെയും ക്രിസ്തുവിലേക്ക് ചേർത്ത് നിർത്തുക എന്നതാണ് ഓരോ മനുഷ്യൻ്റെയും ഉത്തരവാദിത്തമെന്ന് എസെക്കിയേൽ പ്രവാചകൻ്റെ മാതൃക നമ്മെ ഓർമ്മിപ്പിക്കുന്നു. ഇത്തരത്തിൽ അവരെന്നെ കരുതുകയും പരസ്പര സ്നേഹത്തിലും വിശ്വസ്തതയിലും വളർന്നു വരുന്ന തെസ്സലോനിക്കയിലെ സഭയെ അഭിനന്ദിക്കുകയുമാണ് വിശുദ്ധ പൗലോസ്ലീഹ ലേഖന ഭാഗത്ത്. വിശുദ്ധിയും വിശ്വസ്തതയും വിശ്വാസവും കൊണ്ട് സ്വർഗരാജ്യം സ്വന്തമാക്കാനാകുമെന്ന് സ്ലീഹ നമ്മെ ഉദ്ബോധിപ്പിക്കുന്നു. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 13-ാം അധ്യായം മുഴുവൻ സ്വർഗരാജ്യത്തെ പ്രതിപാദിക്കുന്ന ഉപമകളാണ്. സ്വർഗരാജ്യത്തിൻ്റെ അമൂല്യ സ്വഭാവവും അവയ്ക്ക് കൊടുക്കേണ്ടി വരുന്ന വിലയും യുഗാന്ത്യത്തിലെ തെരഞ്ഞെടുപ്പുമാണ് നിധിയുടെയും രത്നത്തിൻ്റെയും വലയുടെയും ഉപമകൾ കൊണ്ട് അർത്ഥമാക്കുക. പുരാതന കാലത്ത് നിരന്തരമായ യുദ്ധങ്ങളും കലാപങ്ങളും മനുഷ്യനെ അലട്ടിക്കൊണ്ടിരുന്നപ്പോൾ അവർ തങ്ങളുടെ വിലപിടിപ്പുള്ള വസ്തുക്കൾ കൃഷിയിടങ്ങളിൽ കുഴിച്ചിടുക പതിവായിരുന്നു. ഇത്തരത്തിൽ സമ്പത്ത് കുഴിച്ചിട്ട വ്യക്തി മരണപ്പെടുകയോ അവിടെ നിന്ന് പോകേണ്ട സാഹചര്യമോ ഉണ്ടായാൽ കുഴിച്ചിട്ട് സമ്പത്ത് കണ്ടെത്തുന്ന ആർക്കും അത് സ്വന്തമാക്കാൻ സാധിക്കുന്ന അമൂല്യനിധിയായി മാറുന്നു. ഈ ഒരു സാഹചര്യത്തിലാകാം ഈശോ സ്വർഗരാജ്യത്തെ വയലിൽ മറിഞ്ഞിരിക്കുന്ന നിധിയായിട്ട് അവതരിപ്പിക്കുന്നത്. ഈ ഉപമയിലെ ഹീറോ ഒരു കർഷകനാണ്. യജമാനൻ്റെ കൃഷിയിടത്തിലൂടെ പലയാവർത്തി അയാൾ കൃഷിക്കായിട്ട് നിലം ഉഴുതുമറിച്ചിട്ടുണ്ടാകാം. ഒരിക്കൽ നിലം ഉഴുതുമറിക്കുന്നതിനിടയിൽ അയാൾ നിധി കാണുകയാണ്. കണ്ടെത്തിയ നിധിക്ക് വയലിനേക്കാൾ വിലയുണ്ടെന്ന് മനസ്സിലാക്കിയ അയാൾ സന്തോഷത്തോടെ തിരിച്ചുപോയി തനിക്കുണ്ടായിരുന്നതെല്ലാം വിറ്റ് തിരികെ വന്ന് നിധിയുള്ള ആ വയൽ സ്വന്തമാക്കുകയാണ്. പ്രശസ്ത തത്വചിന്തകനായ പോൾ റിക്കർ ഈ ഉപമയെ വ്യാഖ്യാനിക്കുന്നത് ഇപ്രകാരമാണ്: ഹീ ഫൈൻഡ്സ്, ഹീ ലൂസസ്, ഹീ ചൂസസ്. അവൻ നിധി കണ്ടെത്തുന്നു, നിലവിലുള്ളത് നഷ്ടപ്പെടുത്തിക്കൊണ്ട് ശ്രേഷ്ഠമായത് തിരഞ്ഞെടുക്കുന്നു. 2-ാമത്തെ ഉപമയിലെ ഹീറോ രത്നവ്യാപാരിയാണ്. നമുക്കറിയാം, ഒരു വ്യാപാരിയുടെ ലക്ഷ്യം തനിക്കുള്ള മൂലധനത്തിൽ നിന്ന് ലാഭം നേടുക എന്നതാണ്. വിലയേറിയ രത്നങ്ങൾക്ക് വേണ്ടി നിരവധിയായ ദേശങ്ങളിലൂടെ ഈ വ്യാപാരി സന്ദർശിച്ചിട്ടുണ്ടാകാം. നീണ്ട അന്വേഷണങ്ങൾക്കൊടുവിൽ അദ്ദേഹം വിലയേറിയ ആ രത്നം കണ്ടെത്തുകയാണ്. സവിശേഷമായ ആ രത്നം കണ്ടെത്തുമ്പോൾ തനിക്കുണ്ടായിരുന്നതെല്ലാം വിറ്റുകൊണ്ട് ആ രത്നത്തെ അയാൾ സ്വന്തമാക്കുകയാണ്. തനിക്കുള്ളതെല്ലാം വിറ്റു എന്നത് മനസ്സോടെ ചെയ്യുന്ന ത്യാഗമല്ല, മറിച്ച് സ്വഭാവേനയുള്ള ഒരു ചേഷ്ടയാണ്. നമ്മുടെ ജീവിതത്തിന് അർത്ഥം നൽകുന്ന എന്തെങ്കിലും ഒന്ന് കണ്ടെത്തുമ്പോൾ നാം സന്തോഷത്തോടെ ചെയ്യുന്ന ഒരു പ്രവൃത്തിയാണത്. എന്തായിരിക്കും വയലിൽ മറിഞ്ഞിരുന്ന ആ നിധി? അല്ലെങ്കിൽ ഈ രത്നവ്യാപാരി കണ്ടെത്തിയ സവിശേഷമായ രത്നം എന്തായിരിക്കും? അത് മറ്റൊന്നുമല്ല, ക്രിസ്തു തന്നെയാണ്. ജ്ഞാനത്തിൻ്റെയും അറിവിൻ്റെയും നിധികൾ ഒളിഞ്ഞിരിക്കുന്ന ക്രിസ്തുവിലാണെന്ന് തിരിച്ചറിഞ്ഞ പൗലോസ്ലീഹ പറയുന്നത് ഇപ്രകാരമാണ്: എനിക്ക് ലാഭമായിരുന്നത് ക്രിസ്തുവിനെ പ്രതി ഞാൻ നഷ്ടമായി കണക്കാക്കി. യഥാർത്ഥ സത്യം അന്വേഷിച്ച് നടക്കുന്ന ഏതൊരുവൻ്റെയും പ്രതിനിധിയാണ് ഈ രത്നവ്യാപാരി. ക്രിസ്തുവാകുന്ന സത്യത്തെ തിരിച്ചറിഞ്ഞപ്പോൾ അയാൾ തനിക്കുണ്ടായിരുന്നതെല്ലാം വിറ്റ് അത് സ്വന്തമാക്കുകയാണ്. ആദ്യത്തെ ആൾ അവിചാരിതമായിട്ടാണ് നിധി കണ്ടെത്തുന്നതെങ്കിലും 2-ാമത്തെ ആൾ തേടി നടന്നാണ് നിധി കണ്ടെത്തുന്നത്. ക്രിസ്തുവിനെ സ്വന്തമാക്കണമെന്നുണ്ടെങ്കിൽ നാം വിലപിടിപ്പായി ശേഖരിച്ചു വെച്ചതെല്ലാം നഷ്ടപ്പെടുത്തി കളയേണ്ടി വരും. അത്തരമൊരു നഷ്ടപ്പെടുത്തലുകൾക്കും ഉപേക്ഷകൾക്കും ശേഷം ക്രിസ്തുവിനെ കണ്ടെത്തിയ അഗസ്തീനോസ് പറഞ്ഞത് ഇപ്രകാരമാണ്: അന്ന് ഞാൻ ഉപേക്ഷിക്കാൻ ഭയപ്പെട്ടത് ഇന്ന് ഉപേക്ഷിക്കുമ്പോൾ എനിക്ക് വല്ലാത്ത ആനന്ദമാണ്. കാരണം അങ്ങ് അവയെ എന്നിൽ നിന്ന് നീക്കം ചെയ്ത് അവയ്ക്ക് പകരമായി അങ്ങ് എന്നിൽ വന്നു. അത് എന്നിൽ മറ്റെല്ലാ സന്തോഷത്തെക്കാളും ഉപരിയായ ആനന്ദം നൽകുകയും ചെയ്തു. 3-ാമത്തെ ഉപമ സ്വർഗരാജ്യത്തെ കടലിൽ എറിയപ്പെട്ട വലയോടാണ് ക്രിസ്തു ഉപമിക്കുന്നത്. ആ വലയിൽ എല്ലാത്തരം മത്സ്യങ്ങളും ഉൾക്കൊള്ളുന്നുണ്ട്. വല കരയ്ക്ക് അടുപ്പിച്ച ശേഷം ആ വലയിൽ നിന്ന് നല്ല മത്സ്യത്തെ ചീത്ത മത്സ്യങ്ങളിൽ നിന്ന് വേർതിരിക്കുന്നുണ്ട്. നല്ല മത്സ്യം എന്നത്
ക്രിസ്തു ശിഷ്യത്വം എന്താണെന്ന് ഗ്രഹിക്കുകയും ക്രിസ്തുവിനെ അനുധാവനം ചെയ്യുകയും ഫലം ചൂടുകയും ചെയ്യുന്ന മനുഷ്യവർഗത്തെ പ്രതിനിധാനം ചെയ്യുന്നതാണ്. ക്രിസ്ത്യാനി ആയതുകൊണ്ട് മാത്രം ഒരുവൻ ക്രിസ്തുവായി മാറുന്നില്ല, സ്വർഗരാജ്യത്തിന് അവകാശിയുമാകുന്നില്ല. ഈ ഭൂമിയിലായിരിക്കുമ്പോൾ ക്രിസ്തുവിൻ്റെ ഗുണങ്ങൾ വഹിക്കുന്നവരായിട്ട് മാറാൻ നമുക്ക് പ്രാർത്ഥിക്കാം. അതുവഴി സ്വർഗരാജ്യം നമ്മളിലൂടെ അനർത്ഥമാവുകയാണ്. നമ്മുടെ നല്ല വാക്കുകളിലൂടെ, വേദനിപ്പിച്ചവരോട് ക്ഷമിക്കുവാനായിട്ട് നാം തയ്യാറാവുന്നതിലൂടെ, സങ്കടപ്പെട്ടിരിക്കുന്നവരോട് അല്പം കരുണ കാണിക്കുന്നതിലൂടെ സ്വർഗരാജ്യത്തിൻ്റെ പ്രതീകങ്ങളായിട്ട് നമ്മൾ ഓരോരുത്തരും മാറുകയാണ്. സ്വർഗരാജ്യം എന്നത് ഈ ഭൂമിയിൽ ജീവിക്കുന്നതിൻ്റെ ഒരു തുടർച്ചയാണ്. അത് എല്ലാവരെയും ഉൾക്കൊള്ളുന്നതാണ്, ആരെയും മാറ്റി നിർത്തുന്നതല്ല. പക്ഷേ നമ്മുടെ പ്രവൃത്തികൾക്ക് അനുസൃതമായിരിക്കും സ്വർഗരാജ്യത്തിലെ തിരഞ്ഞെടുപ്പെന്ന് ക്രിസ്തു നമ്മെ ഓർമ്മിപ്പിക്കുകയാണ്. അതിനാൽ ചില ഉപേക്ഷിക്കലുകൾ അനിവാര്യമാണ്. തങ്ങൾക്ക് പ്രിയപ്പെട്ട വള്ളവും വലയും ഉപേക്ഷിച്ചുകൊണ്ടാണ് ശിഷ്യന്മാർ ക്രിസ്തുവിനെ അനുഗമിച്ചത്. താൻ നേടിയ ധനത്തേക്കാൾ ഏറ്റവും ശ്രേഷ്ഠമായ ധനം ക്രിസ്തുവാണെന്ന് തിരിച്ചറിഞ്ഞ സക്കേവൂസ് തനിക്കുണ്ടായിരുന്നതെല്ലാം എല്ലാവരുമായിട്ട് വീതിച്ചു കൊടുക്കുകയാണ്. ശ്രേഷ്ഠമായതിനെ സ്വീകരിക്കാനായിട്ട് ചില ഭൗമിക സുഖങ്ങളെ നാമും ഉപേക്ഷിക്കേണ്ടി വരും. അതൊരു പക്ഷേ നമ്മുടെ അഹംഭാവ ചിന്തകളാകാം, നമ്മുടെ സ്വാർത്ഥ താല്പര്യങ്ങളാകാം, നമ്മുടെ ലൗകിക സുഖങ്ങളാകാം. അവയെല്ലാം ഉപേക്ഷിച്ചുകൊണ്ട് ക്രിസ്തുവിനെ സ്വന്തമാക്കാനായിട്ട് നമുക്ക് ശ്രമിക്കാം. അതുവഴി മറ്റൊരു ക്രിസ്തുവായി മാറുവാനായിട്ടും സ്വർഗരാജ്യത്തെ വിസ്തൃതമാക്കുവാനായിട്ടും ദൈവം നമ്മെ സഹായിക്കട്ടെ.